നീ എന്തിനാ ഓട്ടോ കയറി വരാൻ പോയാ? കൊച്ചാ പെട്ടെന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ വെയിറ്റിംഗ് ചാർജ് കൂടെ കൊടുക്കേണ്ടി വരും. മറിക്ക്. എത്രയാ ഏട്ടാ? 300. എണ്ണ അടിക്കാൻ വെച്ചിരുന്ന പൈസ 200 വരെ. ശരി ഏട്ടാ. ഡീ നിന്നെയും വിളിക്കാൻ വരാന്ന് പറഞ്ഞിരുന്നല്ലേ, പിന്നെ എന്തിനാ ഓട്ടോ കയറി പോന്നെ? അത് കൊച്ചാ ഒരു കാര്യം പറയാൻ മറന്നു. ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളായിരുന്നു, ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനും വീട്ടിൽ പറയാൻ മറന്നേ, ദൈവനും വീട്ടിൽ പറയാൻ മറന്നു. ഇവനാ? ഏതവൻ? ഇത് അർജുൻ, എന്റെ ബോയ് ഫ്രണ്ടാ. ബോയ് ഫ്രണ്ടാ? അർജുൻ നിനക്ക് മനസ്സിലായില്ലേ? ഇതാ ഞാൻ പറയാറുള്ളത് എന്റെ കൊച്ചൻ. ഹായ് അങ്കിൾ. അങ്കിളാ? ചേട്ടാ എനിക്ക് അതിന് വേണ്ടി പ്രായമൊന്നും ആയിട്ടില്ല. കണ്ടിട്ട് നല്ല പ്രായമുണ്ട്, ചേട്ടാന്ന് വിളിക്കാനേ തോന്നില്ല. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ മോനെ? കണ്ടോ മുടിയൊക്കെ നരച്ചിരിക്കുന്നു. കൈ എടുക്കടാ. നീ അങ്കിളേന്ന് വിളിച്ചാ തരാ, ഒരു കുഴപ്പമില്ല. അത് നമുക്ക് എന്തെങ്കിലും വിളിക്കാം. ബാ മീനു, നമുക്ക് ഉള്ളിലേക്ക് പോവാം. അവിടേക്ക്. നീ ഇവളുടെ വെറും ഫ്രണ്ടാണോ അല്ലെങ്കിൽ ശരിക്കും ബോയ് ഫ്രണ്ട് ആണോ? ഇപ്പൊ പറയണം. ബോയ് ഫ്രണ്ടാ? എടാ അതെന്താ സാധനം നിനക്കറിയോ? എടാ നിനക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം വീട്ടിലൊന്ന് വിളിച്ച് പറയണ്ടേ? കൊച്ചാ ആ ഫോൺ എടുത്ത് ഇവന്റെ വീട്ടിലൊന്ന് വിളിച്ചു കൊടുക്ക്. ഇപ്പൊ കൊടുക്കാം. ഇവൻ ആദ്യം എന്നെ ചേട്ടാന്ന് വിളിക്കട്ടെ. അങ്കിൾ അല്ലേ? ആനി ചേച്ചിയാ? നിനക്ക് ആനി ചേച്ചി എങ്ങനെ അറിയാം? മീനൂട്ടി നിനക്ക് ഫോണിലേ വേണ്ടത്? എന്താ വിളി. ആരാ വിളിച്ചിട്ട് ഈ സാധനത്തിനോട് കൊണ്ടുപോകാൻ പറ. ഇത് ആദ്യമേ അങ്ങ് ചെയ്താ പോരായിരുന്നോ? ഒരു അങ്കിള്. ഹലോ അച്ഛാ, ഞാനവിടെ മീനുവിന്റെ വീട്ടിലുണ്ട്. പിക്ക് ചെയ്യാൻ പറഞ്ഞേ. ഇത് ഇവിടുത്തെ മാമന്റെ നമ്പരാ. മാമൻ ലൊക്കേഷൻ അയച്ചു തരും. ശരി അച്ഛാ. എന്നാടോ എന്റെ അച്ഛനെ ലൊക്കേഷൻ അയച്ചു കൊടു. നീ അങ്കിളെ തന്നെ വിളിച്ചാ മതി, അതാ നല്ലത്. എട്ടാമത്തെ വയസ്സിൽ ബോയ് ഫ്രണ്ട്. ഇവിടെ ഒരുത്തന് മൂക്കിൽ പല്ല് വന്നു. ഇപ്പോഴും അവള് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണെങ്കിൽ നാട്ടിലെ മയിൽക്കുറ്റികൾക്ക് വരെ അറിയാം. അല്ല ഇത് ആരാ ഈ ബാഗൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞേക്കുന്നേ? അയ്യോ അതെ, എനിക്കും ആരാധകനോ? മക്കളെന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? അയ്യേ, പിന്നെ ഇത് എങ്ങനെ അറിഞ്ഞു പോലെ? ആണോ മക്കളെ? കളി കളിച്ചോമേ. അല്ല നീ ആട്ടം നിർത്തണം, എനിക്ക് കാണാൻ പറ്റത്തില്ലെന്ന്. ഓ അതുകൊണ്ടാ വെറുതെ അല്ല ഇങ്ങനെ റബ്ബർ പോലെ തുള്ളി കളിക്കുന്നത്. ഇതെന്തോന്ന് മനുഷ്യ നിങ്ങൾ ഈ പിള്ളേരുടെ കൂടെ ഒന്ന് കാണിക്കുന്നേ? കൂടെ കളിച്ചാൽ എനിക്ക് കൊള്ളത്തില്ല. അല്ല മീനു, ഇതെന്താ പതിവില്ലാത്ത ഡ്രസ്സ് മാറ്റിയിട്ടില്ല, ബാഗ് എല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നു. ഇതാരെങ്ങനെയൊക്കെ ചെയ്തേ? മോനേതാ? അമ്മ ഇതെന്റെ ബോയ് ഫ്രണ്ട് അർജുൻ. ബോയ് ഫ്രണ്ടാ? ചേച്ചി ഗോർദമാമന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? ചെക്കോ നിന്നുണ്ടല്ലോ. എടാ സോറി പറഞ്ഞില്ലടാ. നീ വിഷമിക്കണ്ട, സാരില്ല. കുഞ്ഞമ്മ എന്ത് പണിയാ കാണിച്ചാ അവന് ഫീലായി. നീ ഇനിയും കുഞ്ഞമ്മയുടെ മിണ്ടണ്ട. ഞാൻ ഒട്ടും മിണ്ടൂല. നമുക്ക് പുറത്തേ കളിക്കാം. മോളെ മീനു കടിക്കൂ. എങ്ങനുണ്ട്? എടാ നീ ആയിരിക്കും ആ ചെക്കനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നല്ലേ മീനുവിനൊപ്പം? ഞാനൊന്നുമല്ല. അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ അവൾ തന്നെയാണ് ആ കുരിപ്പിനെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇത് ദൂഷ്ടാ മുതലല്ല. എടാ നീ അവന്റെ വീട്ടിലൊന്ന് വിളിച്ചു പറ. വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അച്ഛൻ വന്നതിനെ കൊണ്ടോളൂ. കണ്ടപ്പോ കാലം പോയ പോക്കേ. 8 വയസ്സുള്ള പിള്ളേർക്ക് വരെ ബോയ് ഫ്രണ്ട്. ഇവിടെ 8 കൊല്ലം പുറകെ നടന്നിട്ട് ഫ്രണ്ട് പോലും ആകണില്ലേ. അതാരാടെ ഇത്രയും കാലം ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന മണ്ടല്ല അത്? ഞാൻ ചുമ്മാ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാ. ഇനി അതീ പിടിച്ച് കേറണ്ട കേട്ടാ. കേട്ട മക്കളെ, പണ്ട് അവന് കുശലം പറച്ചിലായിരുന്നു, ഇപ്പൊ അവൻ പ്രാസത്തി പറച്ചിൽ തുടങ്ങി. എങ്ങനുണ്ട്? കൊള്ളാം കൊള്ളാം.
അച്ഛാ പിള്ളേരെ കണ്ട് പടി. ആ എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. അമ്മേതാ മരുന്ന് ഇതിൻ്റെ അകത്ത് ബാക്കി ഡീറ്റെയിൽസും കുറിപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് മക്കളെ ഞാൻ കൊടുത്തോളാം. മരുന്ന് ഞാൻ കൊടുത്താലേ വാവ അല്ല ഭാമ കഴിക്കത്തുള്ളൂ. വാവയാ എന്തോന്നാ മനുഷ്യ പിള്ളേരോട് വെറുതെ എന്താ ഒരു നാണം ചകന്ന് നിർത്ത് തക്കാളി പോലെ ആയല്ലോ. വന്ന മനുഷ്യ എങ്ങോട്ട് നടന്നേ പോ. നാണം നിർത്താനായിട്ട്. സാർ എനിക്ക് ഡിവോഴ്സ് വേണം. രണ്ടെണ്ണുണ്ട്. എടാ മണ്ട, ഡിവോഴ്സ് ഒക്കെ കോടതി ചെന്നാലേ കിട്ടൂ. അതൊക്കെ എനിക്കറിയാം. നിനക്ക് ഒന്നും അറിയത്തില്ല. എനിക്കെല്ലാം അറിയാം. നിനക്ക് ഒന്നും അറിയാത്തത്. നിനക്കൊന്നും അറിയാത്ത നിന്റെ അമ്മയാണല്ലോ വക്കീല്, നീ അല്ലല്ലോ. നീ വക്കീലാണോ? ആ ഞാൻ വക്കീലാണ്. ഒബ്ജക്ഷൻ. അതിനൊരു മര്യാദയ്ക്ക് ഒബ്ജക്ഷൻ എന്ന് പോലും പറയാൻ അറിയില്ല. ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ. എന്താണ് ബഹളം? ഒബ്ജക്ഷൻ ഓവർ റൂൾ. ഇതാരാ മീനു? ഇതെന്റെ അച്ഛൻ സേതുമാധവൻ. അച്ഛാ തല്ലുകൂടി അങ്കിള് എവിടെ അങ്കിള്? രാമാനുജൻ അങ്കിളിനെ ഉദ്ദേശിച്ചേ. ഓ ആംഗിളെ വേറെ തല്ലുകൊള്ളാൻ വേണ്ടി പോയേക്കാ. ഇപ്പൊ തന്നെ വരും. മീനൂട്ടി എപ്പോഴും അങ്കിളെ കുറിച്ച് പറയാറുണ്ട്. എന്ത് പറയാറുണ്ട്? അങ്കിള് വലിയ ബിസിനസ്മാനാണ്. പക്ഷെ അതിനുള്ള താടിയൊന്നും എന്റെ അച്ഛനില്ല കേട്ടോ. അതിന് കണ്ണടച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉള്ള കാര്യമാണ് കേട്ടാ. ആ രണ്ടുപേരും ഇറങ്ങി സ്ഥലം കളിയൊക്കെ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല കേട്ടോ. ദൈവമേ, ഇത് കോടതിയുടെ അഫിഡവിറ്റ് ആണ് ഈ കീറി വെച്ചിരിക്കുന്നത്. അത് വലിയ വിറ്റായിപ്പോയല്ല. തമാശ കളിക്കല്ലേ. ഈ പിള്ളേരോട് പറഞ്ഞുകൂടായിരുന്നോ? ഈ പിള്ളേരോട് എന്ത് പറയണ? കുഞ്ഞി പിള്ളേരല്ലേ. പിള്ളേരൊക്കെ ആകുമ്പോ കുറച്ചൊക്കെ ചുരുചി കാണും അല്ലേ? എന്നാടി നോക്കുന്നേ? എന്റെ ക്ലാര ഇവിടുത്തെ വെള്ളം കേട്ടിട്ട് ഞാൻ ഓടി വന്നത്. ഞാൻ വിചാരിച്ചേ നീ കേസ് ബാധിച്ചിട്ട് തോറ്റു പോയിട്ടുള്ള ഏതെങ്കിലും ക്ലൈന്റ് വന്നിട്ടുണ്ടാവും. അതിനെ ഇത് സേതു ഹാപ്പി വെഡിങ് അല്ല കേട്ടോ. അമ്മ എന്ത് കുമ്മ? എനിക്ക് വിശക്കുന്നു. ആനി നീ ഒരു കാര്യം ചെയ്യ്, കൊച്ചിന് എന്താ സ്നാക്സ് എടുത്ത് കൊടുക്ക്. ഓക്കേ, ഞാനും കൂടെ വരട്ടെ. ഞാൻ പറഞ്ഞോ മീനു? നീ വരണ്ട, നീ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്താ ഞങ്ങള് പോയിട്ട് വരാം. ഞാൻ ഇവിടെ വെറുതെ വെക്കണത്. എന്തായാലും ഒതുക്ക്, കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഒതുക്കിക്കോളാം കേട്ടോ. ഒതുക്ക് ഒതുക്ക്. ആ മോർണിംഗ് വന്നേ. എന്ത് പേര് പറഞ്ഞ? അർജുനോ? ആ അർജുൻ ഭാസ്കർ. അർജുൻ ഭാസ്കർ മീനൂറ്റിന്റെ ക്ലാസ്സിലാ? അല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സ് ആയി? ഞാൻ അവളുടെ ഫോളോവറാ. എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആയി. പിന്നെ ഞാൻ അവളുടെ ബോയ്ഫ്രണ്ട് ആയി. ഈ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോഴേ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? അയ്യേ കല്യാണോ? എന്റെ 20s കല്യാണം കഴിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. ആ പറഞ്ഞത് പോയിന്റാ. എന്തൊക്കെ തരം റിലേഷൻഷിപ്സ് അല്ലേ കാലം പോകുന്ന പോക്കെ. എന്താ ആന്റി ഫോൺ എടുക്കാത്തെ? ഫോൺ ആന്റിയുടെ അല്ലല്ലോ, ആനി ചേച്ചിന്റെ അല്ലേ. അത് ആന്റിന്റെ സിസ്റ്റർ അല്ലേ? ഇതൊക്കെ മോനോട് ആരാ പറഞ്ഞേ? മീനു. ഓ, അപ്പൊ മീനൂട്ടി മോനോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ടല്ലേ? ആ മീനൂട്ടി ഞങ്ങളെ ലവ് സ്റ്റോറിയും പറഞ്ഞിട്ടുണ്ട്. ഫോൺ എടുക്ക ആന്റി. ഹലോ, എത്ര നേരം വിളിക്കുന്നേ? നീ ഇതെവിടാ? ഹലോ, നിനക്കെന്താ ചെവി കേട്ടോടെ? ഹലോ ഹലോ ആൻ്റപ്പ, ഇത് ക്ലാരയാ. ഹലോ എന്തോ ചേച്ചി? എന്താ ചേമ്മ? എടാ നീ എന്തേലും എന്നെ അമ്മേ പറഞ്ഞാ? ഇല്ല, ഫോൺ അടിച്ചാ. കർത്താവേ, ആൻ്റപ്പനാ? സൂപ്പർ. നീ നമ്മളിത് പ്ലാൻ ചെയ്ത് വിളിച്ചാന്ന് പറയും. എന്റെ വീട് ചെല്ലുമ്പോ എയറിലും കയറ്റും. അത് നിന്റെ ഫോൺ കുറെ തവണ റിങ് ചെയ്തോണ്ടാ ഞാൻ പിന്നെ എടുത്തത്. എന്നിട്ട് സൗണ്ട് കേട്ടിട്ട് അവൻ കട്ടാക്കി പോയിട്ടുണ്ടാവും അല്ലേ? സന്തോഷായല്ല. ഞാൻ പറഞ്ഞല്ലേ ഫോൺ അവൻ വിളിക്കുമ്പോ എടുക്കരുത്. അല്ലെങ്കിൽ തന്നെ 100 കൂട്ട കാര്യം പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ചാടുന്നത്. എടി 10 വർഷത്തിന് ശേഷം ഞാൻ അവന്റെ സൗണ്ട് ഒന്ന് കേൾക്കുന്നത്. സൗണ്ട് കേൾക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കൂലേ? ഫോൺ വിളിച്ചിട്ട് ഔട്ട് സ്പീക്കർ ഇട്ടോടെ. എന്റെ പൊന്നു മോനെ, നീ ഓരോന്ന് പറയല്ലേ. ഇനി അതിന്റെ ഇടയ്ക്ക് കയറി ചേച്ചി സംസാരിച്ചിട്ട് വേണം അടുത്ത ബുക്കിലുണ്ടാവാൻ. എടാ നീ വാ, ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം സെന്റ് ആയിരിക്കും. നമുക്ക് പുറത്തെങ്ങാനും പോയിരിക്കാം. എടി എന്നെ അന്വേഷിക്കുന്ന കാര്യമോ പോട്ടെ, അവര് മീനൂട്ടി എങ്കിലും അന്വേഷിക്കാറില്ലേ? ബെസ്റ്റ്. മീനുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പോലും മൈൻഡ് ചെയ്തിട്ടില്ല. നീ ഒന്ന് ദുഷ്ടാടി. ദുഷ്ട? ഞാൻ ദുഷ്ട? ഞാനാണല്ലോ ചേട്ടന്റെ കൂടെ ഒളിച്ചോടിയത്. എടി അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നെ ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും പറഞ്ഞുകൂടെ അവരെന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തിന്? എന്ത് കാര്യത്തിന്?
അതെ, ഇനി ആരെങ്കിലും അവിടെ നിന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ ടീച്ചറുടെ അടുത്ത് പറയാം. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങണ വരെ ഒരാൾ പോലും അന്വേഷിച്ചില്ല. എടാ ഇവിടെ എങ്ങും ഇല്ല. ഇനി ഞാൻ നോക്കാൻ വേറെ സ്ഥലം ബാക്കിയില്ല ഇവിടെ. നീ ഇത് എവിടെ കൊണ്ടാ വെച്ചേക്കണത്? ആ മോനെ രാമാനുജ, ഈ നിന്റെ സ്ഥിരം പരിപാടിയാണ്. നീ എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചോണ്ട് പോകും, അണ്ട് വല്ലയിടത്തും കൊണ്ട് കളഞ്ഞിട്ട് എൻ്റെ കൈ കൊണ്ട് തന്ന് നീ പറയും നീ വെക്കടാ, നീ വെച്ചിട്ട് പോ. എന്താ ചേച്ചാ? ഒരു സാധനം വെച്ചോടത്ത് കാണൂല. ആ രാമാനുജന്റെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും അവൻ പറയണത് അത് ഇവിടെ എൻ്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ടെന്ന്. അവന്റെ സ്ഥിരം ഏർപ്പാടാണത്. ആ ലക്ഷങ്ങളുടെ പേപ്പർ കിട്ടാണ്ടിരിക്കുമ്പോ ഞാൻ ഇവിടെ കിടന്ന് ഇന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കാൻ. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം പറഞ്ഞാണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഉറപ്പാണോ? അകത്ത് കാണും. അച്ഛൻ പോയി അകത്ത് നോക്ക്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നോക്കാം. ആ എന്നാ ഞാൻ അകത്ത് നോക്കിട്ട് വരാം. അല്ല നിങ്ങൾ എന്തും പറഞ്ഞ് നോക്കാൻ പോണേ? ലക്ഷങ്ങളുടെ പേപ്പർ എങ്ങനെ മനസ്സിലാവും? ഇതേ സേതു ഹാപ്പി വെഡിങ് പ്ലാനർ ഇങ്ങനെ ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിട്ടിയ അപ്പ അച്ഛനെ വിവരം അറിയിക്കണം. രണ്ടുപേരും നോക്കോണോ? ആ നമുക്ക് നോക്കിയാലോ? കയ്യും കാലും അനങ്ങുന്ന പരിപാടിയാ. എടാ, നിനക്ക് അകത്തിടന്ന് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ വന്നതിന് അച്ഛൻ്റെ ഒരു പേപ്പർ ആപ്പി കൊടുക്കുന്നതിന് നിനക്ക് ഇത്ര പാട്? പോയി നോക്കടാ, ഇങ്ങോട്ട് വാ. കഴിഞ്ഞ മാസം നീ സപ്ലി മേടിക്കാൻ വേണ്ടി കാശ് മേടിച്ചോണ്ട് പോയില്ലയോ? എന്നിട്ട് സപ്ലി എന്തിയടാ? അതെ, ഈ സപ്ലി എന്ന് പറയണത് തിന്നാൻ കിട്ടുന്ന സാധനമല്ല. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വരട്ടെ. എല്ലാ ദിവസവും വിളിച്ചിങ്ങനെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവൻ പറയുന്ന എന്തെങ്കിലും കാര്യം നിനക്ക് വിശ്വാസം ഉണ്ടോ സ്വാമേ? ഇവൻ ഇപ്പൊ പറയുന്നല്ല, ഇവൻ പറയുന്ന ഒരു കാര്യം എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കള്ളമ്മ പറഞ്ഞു തന്നാ? നീ എപ്പോഴേലും സത്യം പറഞ്ഞിട്ടുണ്ടാ? അമ്മ അമ്മ ഇതെന്നാ ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണോ? പറ, എന്താ കാര്യം? മോളെ അവൻ പറയുന്നൊന്ന് കേക്ക്, എന്നിട്ട് മോള് പറ. മോള് പറയുന്ന പോലെ അച്ഛൻ ചെയ്യാം. യെസ് യുവർ ഓണർ. പറയടാ, എന്താ കാര്യം? അയ്യോ, എന്ത് പറയാൻ? ഒന്നുമില്ല എടുത്തി, ചുമ്മാ ഓരോന്നിരുന്ന് പറയാവര്. നീ പറയടാ, അവള് കേക്കട്ടെ. ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എടാ സപ്ലിയുടെ കാര്യം പറയടാ. എനിക്ക് സപ്ലി എഴുതാൻ പൈസ വേണ്ട, പോരെ? വെറുതെ മനുഷ്യനാണെങ്കിൽ എടുത്താനായിട്ട്. ഇത് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. എടാ എടാ മഹാബാബി, എന്റെ ഓഫീസിൽ ഓക്കെ ഇടപെടലില്ല എന്നാ ഞാൻ നീ അല്ലേ കണക്കാക്കി കീറിയത്? ഞാനൊന്നുമല്ല കീറിയത്, ഇത് ഇവരോട് ചോദിച്ചു നോക്ക്. നീ അല്ലാണ്ട് നിന്റെ അച്ഛനാണ് കീറിയത്. അല്ല അച്ഛനല്ല, വേറെ അച്ഛനാണ്. വേറെ അച്ഛൻ അല്ല, ഇത് വേറെ കണക്കിന്റെ കാര്യം ചോദിച്ചാണ് അച്ഛാ. പറ, നീ അല്ല പിന്നെ ആരാണ് കീറിയത്? ഞാൻ കീറിയിട്ടില്ല ചേട്ടാ, അത് ഇവരോട് ചോദിച്ചു നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം. പിന്നെ അച്ഛനാണ് കീറിയത്. നിന്റെ പേപ്പർ ജോലി ചെയ്യണോ എനിക്ക്? അത് മോനെ സേതു, അമ്മയ്ക്ക് തോന്നുന്നു നമ്മുടെ മീനൂട്ടിയുടെ കൂടെ ഒരു പയ്യനും കൂടെ വന്നിട്ടേ അവർ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. തെറി പറഞ്ഞല്ല, ആ ചെറുക്കനായിരിക്കും കീറിയത്. അവൻ ആള് ശരിയല്ല, നോക്കിക്കോ. ഇതെങ്ങാൻ ആ കുരിപ്പുകളാണ് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ സേതു വരെ പറയും ചെറുതാണെന്നൊന്നും ഞാൻ നോക്കൂല. അയ്യോ സേതു, സേതു ഒരു പിള്ളേരാ. സേതു മനുഷ്യ ഇതിലില്ല. എടാ, നീ അങ്ങോട്ട് അറിയ, എന്റെ ദേഹത്തോട് എന്തിനാ അറിയുന്നേ? ഇതിലില്ല. ഇതുമല്ല. ഇതിലില്ല. ദൈവമേ, ഇതിലില്ല. ഞങ്ങള് കംപ്ലീറ്റ് നോക്കി, എന്നിട്ടും കിട്ടിയില്ല. നമുക്ക് ഈ ഷെൽഫ് ഒന്ന് മറിച്ചിട്ടാലോ?
എന്നാ പിന്നെ നമുക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചൊക്കെ കത്തിച്ചാലേ. അങ്കിൾ എന്തൊരു മണ്ടറാണ്, അങ്കിളുടെ പേപ്പർ കത്തിപ്പോവും. ഓ അപ്പൊ മോനെ അതൊക്കെ അറിയാ അല്ലേ? എടുത്തോണ്ടേ ആ വടി എവിടെ? അച്ഛനല്ലേ പറഞ്ഞത് ഇവിടെ ഫുള്ള് അരിച്ചു പറക്കാൻ വേണ്ടിട്ട്. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ചെയ്താൽ അത് തെറ്റ്. അരിച്ചു വെക്കാൻ പറഞ്ഞ ഇങ്ങനെയാണത്. ഇതിപ്പോ എന്റെ ഓഫീസാണ് അതോ ഗോഡൌണാണ്? ചെയ്തു വിട്ടുകളാ, പിള്ളേരല്ലേ, പിള്ളേരായ വികൃതിയൊക്കെ കാണിക്കുന്നല്ലേ ചെയ്തു എന്നോട് പറഞ്ഞത്. ഈ രണ്ട് ചൂരിലെടുത്തോണ്ട് നാ വടി എടുത്തോണ്ടെന്ന്. എന്റെ പപ്പ പോലെ എന്നെ വഴക്ക് പറയത്തില്ല, കണ്ടാ? ആ കണ്ട്, അതിന്റെ കുറവാണ് ഈ കാണിച്ചിട്ടേക്കണ മൊത്തം. എനിക്ക് അമ്മ ഇല്ലാത്തോണ്ടാ. അതെന്താ അമ്മ എവിടെ പോയി? അമ്മ മരിച്ചുപോയി. അങ്ങള് പറഞ്ഞൊന്നും കാര്യാക്കണ്ട കേട്ടോ, ഒന്ന് മനസ്സിൽ വെക്കണ്ട. അതെ ഇതേ അർജുൻ്റെ അച്ഛൻ വിളിക്കുന്നുണ്ട്. എടുക്കടാ. ഹലോ, ആ എത്തി ചേട്ടാ. ആ ഞങ്ങളിപ്പോൾ അങ്ങ് വരാം. ആ ശരി, ഇവിടെ പുറയിലുണ്ട്. അതെ എൻ്റെ അച്ഛൻ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ആ മോനെ, ഈ അങ്കിളിന് ഇത്തിരി ദേഷ്യം കൂടുതലാണ് കേട്ടോ. അങ്കിള് പറയുന്നൊന്നും കേട്ട് മോൻ വിഷമിക്കണ്ട. ആട്ടെ, മീനും കുട്ടി മോന്റെ ആരാന്നാ പറഞ്ഞേ? ഗേൾ ഫ്രണ്ട് അല്ലയോ? അപ്പൊ മീനും കുട്ടിയുടെ അമ്മ മോന്റെ അമ്മയാ കേട്ടോ. അതൊരു ചോവറല്ല മുത്തശ്ശ. അല്ലെങ്കിൽ വിളിക്കാം. വാ നമുക്ക് പോവാം. നിറകച്ച നീ എന്തൊക്കെയാടാ കൊച്ചിനോട് പറഞ്ഞേ? അതിനാകെ വിഷമായി. അല്ലെങ്കിൽ ദേഷ്യം വന്ന നിനക്ക് കണ്ണും മുക്കും കാണൂല. അത് ശരി, അപ്പൊ ഈ എന്റെ ഓഫീസിൽ കാണിച്ചിട്ടേക്കണതാ. അത് അടുക്കി പെറുക്കി വെച്ചാ തീരൂലേ? ആ അല്ല കൊച്ചുങ്ങളല്ലയോടാ, അതൊക്കെ വിട്ടാരെ. മോന്റെ പപ്പ വന്നല്ലോ. പപ്പ വന്ന് വേവാ സന്തോഷം. അവന്റെ ചിരി നോക്കിക്കേ. വാടി. ഹലോ. ഹലോ, നമസ്കാരം. സൈലന്റ് ആയതുകൊണ്ടേ എവിടെ വേണമെങ്കിലും നിർത്തിയിട്ടും പോവാം. ശരിയാ ശരി. കുറച്ചു നേരം ഉണ്ടായിരുന്ന അവൻ ഈ വീട് കത്തിച്ച് കളഞ്ഞാനെ. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ. ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അയ്യോ, എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇടക്ക് ഞങ്ങൾ വിചാരിക്കും ആളോ ഉറക്കമാണ്. ഒട്ടും ആക്റ്റീവ് അല്ലെന്നേ. ഞങ്ങൾ അവനെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ മിണ്ടൂല്ല, പാവമാണെന്നേ. ഉറങ്ങണം പാവം. സോ ഫണ്ണി. അപ്പൊ ഇടയ്ക്ക് അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം അല്ലേ? സന്തോഷമുള്ളൂ. വരുന്നതിന് മുമ്പ് വിളിക്കില്ലേ? വിളിച്ചു പറഞ്ഞിട്ട് വരണം. ആ ദേടാ, അമ്മ വിളിക്കണ്ട്. അച്ഛൻ വന്ന് പിക്ക് ചെയ്തെന്നൊന്ന് പറഞ്ഞേക്ക്. ഹലോ അമ്മ, അച്ഛൻ എന്നെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അമ്മ മരിച്ചു? മരിച്ച ആര്? അച്ഛാ വാ നമുക്ക് വേഗം പോവാ, അല്ലെങ്കിൽ അമ്മ നമ്മളെ എറിലാക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് കൊണ്ടൊന്ന് വിടാട്ടാ. ആ ഓക്കെ ഓക്കെ. വരുന്നതിന് മുമ്പ് വിളിച്ചാ മതി, എന്നാലും മുങ്ങാൻ പറ്റൂ. നീ അവന്റെ അമ്മ മരിച്ചെന്നല്ലേ നീ എടുത്ത് പറഞ്ഞത്? അതാണ് അച്ഛന്റെ ഇവിടുത്തെ വിഷമം. അവന്റെ അമ്മ ജീവിച്ചിരിപ്പണെന്ന് അറിഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്. ഹലോ ഹലോ ഹലോ, അവിടെ നിക്ക്. സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്താ ഇവിടെ നടന്ന്? അമ്മേനെയൊക്കെ ആരാ ഈ വക്കീലിന് പഠിക്കാൻ വിട്ടത്? ഇത്രയൊക്കെ ആയിട്ട് ഒന്നും മനസ്സിലായില്ലേ? അച്ഛൻ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോ അവൻ പേടിച്ചിട്ട് അവൻ അച്ഛനോട് ചെറിയൊരു കള്ളം പറഞ്ഞു. ഈ കാര്യം നീ എന്താ നേരത്തെ പറയാഞ്ഞത്? അതായത് അച്ഛാ, അവൻ അടിയിട്ടാ നോക്കുമ്പോ ഞാൻ എനിക്ക് അടിയിട്ടാ നോക്കണ്ടേ? എങ്ങനെ ഓടാണ്ടിരിക്കും? അമ്മയുടെ അല്ലേ മോള്? ഒന്നുമില്ല. ക്ലാരേ, എന്റെ ഓഫീസ് ഒന്ന് ഒതുക്കി വെക്കാൻ നീ കൂടെ വരൂ. ഓഫീസ് ഒതുക്കി ഞാൻ വരില്ല. ഇവിടെ മുടിയൊക്കെ തട്ടി വൃത്തിയാക്കി, മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ. മോളെ, ഓഫീസ് ഒന്ന് വൃത്തിയാക്കാൻ. മഴ. അമ്മേ, നമുക്കെന്നാ ഓഫീസ് ഒന്ന് വൃത്തിയാക്കാൻ. അമ്മക്ക് പൊടി ഒട്ടും പറ്റൂല മക്കളെ. മക്കള് വൃത്തിയാക്കും. എനിക്കറിയാടാ, അവസാനം എന്റെ അനിയൻ മാത്രം എന്റെ കൂടെ ഉണ്ടാവുള്ളൂ. സഹായിക്കണം അല്ലേ? ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടി കാത്തു നിന്നാണ്. തനിക്കെന്നെ കഴുത്തിന് കുത്തിപ്പിടിക്കണം അല്ലേ? അവിടെ പോയി ഒറ്റക്ക് ക്ലീനാക്ക്. വന്നേക്കണ സഹായം ചോദിക്കാൻ. അറിയാതെ പറ്റിപ്പോയതാ. ഓട്. നീ പോണാ, എനിക്ക് ഒരുത്തന്റെ ആവശ്യമില്ല. ഈ സേതുമാധവനെ ഒറ്റക്ക് വഴി വെട്ടി വന്നവനാടാ. എനിക്കറിയാ ക്ലീൻ ആക്കാൻ.
ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം.